എല്ലാ ആചാരങ്ങളെല്ലാം ഇല്ല. അതായത് ഇതിന് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് ആചാരങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇതിൽ സഹകരിക്കുക. എല്ലാവരും സഹകരിക്കും. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾ പാലിക്കുന്നതുകൊണ്ട് മീറ്റിംഗ് നടത്താനേ ഞങ്ങൾക്ക് അവകാശമുള്ളൂ. തീരുമാനമെടുത്തു. അതെന്താണെന്നുള്ളത് ഡിസ്ട്രിക്ട് കളക്ടർ വിശദീകരിക്കും, ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഓക്കെ. ജേസൺ ചാമളപ്പിലുണ്ട്. ജേസൺ, ഇപ്പോൾ യോഗശേഷം മന്ത്രി പുറത്തിറങ്ങിയിരിക്കുന്നു. എല്ലാം ചടങ്ങുകളും പതുപോലെ ഉണ്ടാകുമെന്നുള്ള കാര്യം തിരുവമ്പാടി ദേവസ്വം പ്രതികരിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? വെടിക്കെട്ട് ഒഴികെ ബാക്കി എല്ലാ ചടങ്ങുകളും തൃശ്ശൂർ പൂരത്തിന്റെ മുൻകാലങ്ങളിൽ ഇതുപോലെ തന്നെ നടക്കും. ഇത്തവണ അതിൽ നിന്ന് ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് കുടമാറ്റം നാമമാത്രമായി മാത്രമേ നടക്കൂ. അതായത് 15 മിനിറ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. തീരുമാനങ്ങൾ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു. അതായത് തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാറാണ്. ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഭംഗിയായി നടക്കും. അതായത് 26-ാം തീയതിയും 27-ാം തീയതിയും നടക്കുന്ന എല്ലാ ആചാരപരമായ കാര്യങ്ങളും വളരെ ഭംഗിയായി അടുക്കം ചുറ്റിയിടും. അതിൻ്റെ പ്രൗഢി കുറച്ച് അത് ചടങ്ങുകളാക്കി മാത്രമല്ല, എന്നാലും എല്ലാ ആചാരങ്ങളും അതിൻ്റേതായ അർത്ഥത്തിലും വ്യാപ്തിയിലും നടക്കും. അതിൽ വെടിക്കെട്ടുണ്ടാവില്ല. കുടമാറ്റത്തിൻ്റെ ആ ചടങ്ങ് മാത്രമായിട്ട് നടത്തും. ഒരു 15 മിനിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. തെക്കേ ഉപനടയിൽ തന്നെ നടക്കും. 15 ആനകൾ തന്നെ പങ്കെടുക്കും. അതിലും ഒരു ചർച്ച വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ചർച്ച ചെയ്തതിന് ശേഷം, അതായത് 15 മിനിറ്റോട് നമ്മൾ ഇതിൻ്റെ മേളത്തിൻ്റെ കാലം അനുസരിച്ചാണ് നമ്മൾ മാറ്റാറ്. അപ്പോൾ 4-5 കുടകൾ മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രൗഢി പോവാത്ത തരത്തിൽ നമ്മളത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കും. മഠത്തിൽ വരവും ഭംഗിയായിട്ട് 3 ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പഞ്ചവാദി എല്ലാം കൂടിയിട്ട് ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതായത് ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ വേണ്ടി, പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്, കഴിഞ്ഞ കാലം വ്യത്യസ്തമായി വെടിക്കെട്ടുണ്ടാകില്ല. കുടമാറ്റത്തിന് നാമമാത്രമായി 15 മിനിറ്റ് ചുരുക്കും. അതെ. അതായത് വെടിക്കെട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസൻസ് ഇപ്പോഴും ICUവിലാണ്. അപ്പോൾ ആ വെടിക്കെട്ടിയുടെ ലൈസൻസ് ഇല്ലാത്ത കാരണം നമുക്ക് വെടിക്കെട്ട് പറ്റില്ല. അപ്പോൾ ആ വെടിക്കെട്ട് നമ്മൾ 2 ദേവസ്വങ്ങളും വെടിക്കെട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സിംബോളിക്കായിട്ട് നമ്മളവിടെ കഥന പൊട്ടിക്കും. 2-3 കഥനകൾ അതാത് സമയത്ത്, അതായത് നമ്മുടെ പകൽപൂരം കഴിയുമ്പോഴും അതേപോലെ രാത്രി അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ആ കഥനകൾ പൊട്ടിച്ച് അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അത്രമാത്രമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളൂ. ബാക്കി ഇനിയും ദിവസങ്ങളുണ്ട് ആ പൂരത്തിൻ്റെതായിട്ട് നമുക്ക് ചെയ്യും. ഇതിലിപ്പോൾ ഇന്നലെ നമ്മുടെ മിനിസ്റ്റർ മേര് വന്നു. ഇത് പൂരത്തിൻ്റെ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു അറിയിപ്പുണ്ട്. ഇതിൽ മീഡിയയ്ക്ക് അങ്ങനെ ഇത് കൊടുക്കരുതെന്നുകൊണ്ട് ഞങ്ങൾക്കറിയില്ല. എന്നാലും അതിൻ്റെ വെളിച്ചത്തിൽ ഇനി അധികം പറഞ്ഞാൽ അത് വയലേഷനായി മാറരുത്. തെറ്റ്. സോറി. അപ്പോൾ ഇതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് മന്ത്രിമാരുടെ യോഗം വിളിച്ചത്. തന്നെ മന്ത്രിമാർക്ക് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനോ സംസാരിക്കാനോ നിയമപരമായി അനുവാദമില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ ഇക്കാര്യത്തിൽ ബ്രീഫ് ചെയ്യാതിരുന്നത്. ഏതായാലും ഇത് കാര്യം സംബന്ധിച്ചൊരു വ്യക്തത വന്നിരിക്കുന്നു. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി കെ ഗിരീഷ് കുമാറാണ് സംബന്ധിച്ച വളരെ വ്യക്തതയോട് കാര്യങ്ങൾ പറഞ്ഞത്. വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു. എന്നാൽ കുടമാറ്റം നാമമാത്രമായി നടക്കും. അത് തെക്കേ ഗോപുരനടയിൽ 15 വീതം ആനകളെ അണിനിരത്തിക്കൊണ്ട് 10ഓളം കുടകൾ ഉയർത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ആ സമയത്തിന് ആ സാഹചര്യಕ್ಕೆ അനുസരിച്ച് ചിലപ്പോൾ കൂടുകയും കുറയുകയും ചെയ്യാം. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറമേളം, ചെറുപൂരങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും നടക്കും. അതിൽ നിന്ന് ഏക മാറ്റം എന്ന് പറയുന്നത് വെടിക്കെട്ട് ഇല്ല എന്നത് മാത്രമാണ്. ശരി, കുടമാറ്റം 15 മിനിറ്റാക്കി നടത്താനുള്ള തീരുമാനമാണ്. വെടിക്കെട്ടൊഴിച്ചുള്ള ചടങ്ങുകളിലേക്ക് പോകുമെന്ന് കൂടിയാണ് ഇപ്പോൾ യോഗശേഷം മന്ത്രി VN വാസവനും അതിനുശേഷം തിരുവമ്പാടി ദേവസ്വം പ്രതികരിച്ചത്.